എൻ്റെ പേര് അനൂപ് വൈക്കാട്ടിൽ. ഒരു പ്രവാസിയുടെ ജീവിതം അല്ലെങ്കിൽ ഒരു ചതിക്കപ്പെടുന്ന പ്രവാസി മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന അതിനെ നമ്മൾ വരച്ച് കാട്ടുമ്പോൾ അതിൽ ഇരുട്ടും വെളിച്ചവും അതിന്റെ കൃത്യതയോടെ നൽകാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത ഒരു പോസ്റ്ററാണ്. എൻ്റെ പേര് ഷിജിൽ. ഇതാണ് എൻ്റെ പോസ്റ്റർ. ചെയ്യാൻ പറഞ്ഞ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ നോവൽ വായിച്ചിരുന്നു. പിന്നെ അതിന് ശേഷമാണ് സിനിമ ഇറങ്ങുന്നത് നല്ലൊരു പൃഥ്വിരാജിൻ്റെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞ കേട്ടത്. അപ്പം ഈ ടീം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മൈൻഡിൽ വന്നതാണ് തന്നെ ഒരു റിസൾട്ടൊക്കെ ആയിട്ടുള്ളത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ വിക്കിപീഡിയയിൽ ആദ്യമായിട്ട് റീച്ച് കിട്ടിയത് ഈ പോസ്റ്റർ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഒഫീഷ്യൽ പോസ്റ്റായിട്ട് അതിൽ സെലക്ട് ചെയ്ത് കുറച്ചാൾ കിടക്കുന്നുണ്ടായിരുന്നു ഈ പോസ്റ്റർ. പിന്നീട് ഒഫീഷ്യൽ പോസ്റ്റ് വന്നതിന് ശേഷമാണ് ഇതിന് മുമ്പ് പിന്നെ നല്ല റീച്ച് കിട്ടിയായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല റീച്ച് കിട്ടി. നല്ല ഹാപ്പി ആയിരുന്നു. എൻ്റെ പേര് ജെ കെ. ഇതാണ് ഞാൻ ഫേസ്, ഈ ഡെസേർട്ട്, ഹാർഡ്, ഇത് 3 എലമെന്റ് കൂടെ ബ്ലെൻഡ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെയാണ് ചെയ്തത്. എൻ്റെ പേര് തൻസീർ. ഇതാണ് ഞാൻ ചെയ്ത പോസ്റ്റർ. ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇരുണ്ട മരുഭൂമിയിൽ ഇതിലേക്കുള്ള പോക്കുള്ള രീതിയാണ് ഞാൻ ഇവിടെ വരയ്ക്കാൻ. ഈ തീം ചൂസ് ചെയ്യാനുള്ള കാര്യം, ഈ ആടുജീവിതം എന്ന് പറയുമ്പോൾ കഥ എല്ലാവർക്കും അറിയാമല്ലോ. ആടുജീവിതം എന്ന് പറഞ്ഞപ്പോൾ ഈ മരുഭൂമിയിൽ അകപ്പെട്ടു, പിന്നെ അവിടെ വെച്ചുള്ള സർവൈവലാണ് കഥ. അപ്പം ആ തീമി ബേസ് ചെയ്തൊരു പോസ്റ്ററാണ് ഇത്. ഓക്കെ, എൻ്റെ പേര് ഫാസിൽ. ഞാൻ കൊണ്ടോട്ടിയിൽ നിന്നാണ് വരുന്നത്, മലപ്പുറം. ഇതാണ് ഞാൻ ചെയ്ത പോസ്റ്റർ. ഇത് ചെയ്യാൻ ഇൻസ്പിറേഷൻ ആയത് പൊതുവെ ഞാൻ കണ്ട ഫിലിംസ് ഇതുപോലെ കേട്ട് പഠിച്ച് ബുക്സിന്ന് കേട്ട അങ്ങനത്തെ കഥകളൊക്കെ മാക്സിമം ഇൻട്രസ്ട്രേഷൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കംപ്ലീറ്റ്ലി ഇൻട്രസ്ട്രേഷൻ ചെയ്തതാണ്, ഫുള്ള് വരച്ചത്, മാനിപ്പുലേഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ ഇപ്പം റീസെൻ്റ് ഇറങ്ങിയ പടങ്ങളിലെ ഓൾമോസ്റ്റ് ഞാൻ കണ്ട പടങ്ങളൊക്കെ വരക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ആടുജീവിതം നമുക്ക് അറിയുന്ന കഥയായതുകൊണ്ട് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയോണ്ട് എൻ്റെ പോസ്റ്റിനെ പെട്ടെന്ന് തന്നെ വരക്കാൻ ശ്രമിച്ചു.